നമസ്കാരം. ഇന്ന് നമ്മൾ കണ്ണൂർ ജില്ലയിലുള്ള തളിപ്പറമ്പിലെ ശ്രീ രാജരാജേശ്വര ക്ഷേത്രത്തിൻ്റെ ചെറിയ വിശേഷങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പം നമ്മൾ കണ്ണൂർ രാജരാജേശ്വര ക്ഷേത്രത്തിൽ പോയ പലരും ഈ ഇതിലുണ്ടാവും, നമ്മളുടെ പേജിലുണ്ടാവും. അപ്പോൾ അവർ അവിടുത്തെ ഐതിഹ്യങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ചൊക്കെ അറിയുന്നവരാണെങ്കിൽ ദയവായിട്ടൊന്ന് കമൻറ്റ് ചെയ്യണം. വളരെ പ്രസിദ്ധമായൊരു ക്ഷേത്രമാണ് ശ്രീ രാജരാജേശ്വര ക്ഷേത്രം എന്നുള്ളത് എല്ലാവർക്കും അറിയാം. രാജരാജേശ്വരൻ എന്നാണ് ശിവനെ ഇവിടെ വിശേഷിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ആ പേരിലാണ് ഭഗവാൻ പരമശിവൻ ഇവിടെ അറിയപ്പെടുന്നത്. ഇവിടെ പിന്നെ കൂവളമാലയൊക്കെ ഭഗവാന് നല്ല പ്രത്യേകതയുള്ളതാണ്. പക്ഷേ ഇവിടെ കൂവളമാല ഉപയോഗിക്കാറില്ല എന്ന് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത്. പിന്നെ ധാരയും രുദ്രാഭിഷേകവും ഒന്നും പതിവായിട്ട് ഇവിടെ ചെയ്യാറില്ല. പിന്നെ പ്രദോഷ വ്രതത്തിന് പ്രാധാന്യമില്ലാത്തൊരു അമ്പലമാണിത്. അപ്പോൾ പ്രദോഷം എന്നൊക്കെ പറയുമ്പോൾ പരമശിവന് ശിവഭഗവാന് എത്രത്തോളം പ്രാധാന്യം അറിയിച്ചാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ഈ അമ്പലത്തിൽ പ്രദോഷ വ്രതത്തിന് ഒരു പ്രസക്തി ഇല്ല എന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഈ അമ്പലത്തെക്കുറിച്ച് പറയാനുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ കൂടുതൽ ആൾക്കാർക്ക് അത് അറിയാൻ കഴിയും. അപ്പോൾ 108 ശിവക്ഷേത്രങ്ങളിലെ ഒന്നാണ് ഈ രാജരാജേശ്വര ക്ഷേത്രം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഭഗവാന്റെ വളരെ പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിലൊന്ന്. നമുക്ക് ആ ശ്രീകോവിലിൽ കയറി തൊഴുകുന്ന ഒരു രീതി, പിന്നെ സ്ത്രീകൾക്കൊരു പ്രത്യേക സമയത്തിൽ ഉള്ളിൽ കയറി തൊഴാൻ അനുവാദമില്ലാത്തൊരു ക്ഷേത്രമാണ്. പിന്നെ നമ്മളിവിടെ കാണുന്നൊരു കാഴ്ച എന്താണെന്ന് വെച്ചാൽ ഗംഗാദേവിയുടെ, പരമശിവൻ്റെ ഗംഗാദേവിയുടെ തീർത്ഥക്കുളം ഇവിടെ മറ്റൊരു പ്രത്യേകതയായിട്ട് തോന്നിയൊരു കാര്യമാണ്. അവിടെ നമുക്കിപ്പോൾ മറ്റുള്ള ശിവക്ഷേത്രങ്ങളിലൊന്നും അങ്ങനൊരു ഗംഗാദേവിക്ക് പ്രത്യേകത ഉള്ളൊരു തീർത്ഥക്കുളങ്ങളോ അല്ലെങ്കിൽ മറ്റ് പ്രതിഷ്ഠകളോ ഒന്നും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അതൊരു നല്ലൊരു വ്യത്യസ്തമായിട്ട് തോന്നിയതാണ്. പിന്നെ അവിടുത്തെ ഈ ക്ഷേത്രക്കുളം വളരെ മനോഹരമായിട്ട് കൊത്തുപണികളോടുകൂടി, അല്ലെങ്കിൽ അന്നത്തെ ആ ഒരു രൂപകൽപ്പന ചെയ്ത ഒരു പഴമ നിറഞ്ഞ ഒരു കുളം, അത് വളരെ സുന്ദരമായിട്ട് തോന്നി. പിന്നെ ഞങ്ങളവിടെ തൊഴുത് ബാക്കി എല്ലാ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് യാത്രയാവുകയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഈ ക്ഷേത്രം, ഈ മഹാശിവക്ഷേത്രം കാണാത്തവരുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് പോയി ദർശിക്കണം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഓം നമഃ ശിവായ.